ഇൻഷാല്ലാ ജംഉം ഖസ്റുമായിട്ട് നിസ്കരിക്കുന്നതിന്റെ രൂപം ഞാനിവിടെ വിവരിക്കുന്നു. പ്രിയ സുഹൃത്ത് ചെയ്യേണ്ട കാര്യം, ശേഷം വരാൻ പോകുന്ന ക്ലിപ്പുകൾ ഓരോന്നായി കേട്ട് പഠിക്കുക. അതിനു പുറമെ ഫിഖ്ഹി മസല ഗ്രൂപ്പിൽ നിങ്ങൾ തന്നെ അത് പോസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യമായി വരുന്ന ഒരു കാര്യമാണ് യാത്രാവേളയിലുള്ള നിസ്കാരം, ആ നിസ്കാരത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത്. പല ആളുകളും ഈ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കാത്തത് കൊണ്ട് തന്നെ നിസ്കാരം ഖളാ ആക്കുന്നതായി കാണുന്നു. എന്നിട്ട് യാത്ര കഴിഞ്ഞ ശേഷം എല്ലാം ഒരുമിച്ച് നിസ്കരിക്കുന്നു, ഖളാ വീട്ടിയിട്ട്. അത് ഗുരുതരമായ തെറ്റാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. നിസ്കാരം യാതൊരു കാരണവശാലും അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കരുത്. പ്രിയ കൂട്ടുകാർ ആ വിഷയത്തിൽ ബോധവാന്മാരാകും എന്നു തന്നെയാണ് എന്റെ വിശ്വാസം. ജംഅ് സാധാരണഗതിയിൽ രണ്ട് വിധമുണ്ട്. മുന്തിച്ചും ജംആക്കാം, പിന്തിച്ചും ജംആക്കാം. അഥവാ ളുഹ്ർ, അസ്ർ എന്നീ നിസ്കാരങ്ങൾ ളുഹ്ർ നിസ്കാരത്തിന്റെ സമയത്താണ് നിർവഹിക്കുന്നത് എങ്കിൽ അതിന് മുന്തിച്ച് ജംആക്കുക എന്ന് പറയും. അതല്ല, ളുഹ്ർ, അസ്ർ എന്നീ നിസ്കാരങ്ങൾ അസ്റിന്റെ സമയത്താണ് നിർവഹിക്കുന്നത് എങ്കിൽ അതിന് പിന്തിച്ച് ജംആക്കുക എന്നും പറയും. അതേപോലെ മഗ്രിബ്, ഇശാ എന്നിവ മഗ്രിബിന്റെ സമയത്താണ് നിർവഹിക്കുന്നതെങ്കിൽ അതിന് മുന്തിച്ച് ജംആക്കുക എന്നും, മഗ്രിബ്, ഇശാ എന്നിവ ഇശാഇന്റെ സമയത്താണ് നിർവഹിക്കുന്നത് എങ്കിൽ അതിന് പിന്തിച്ച് ജംആക്കുക എന്നും പറയും. 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ അഥവാ ളുഹ്ർ, അസ്ർ, ഇശാ എന്നിവ രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കുന്നതിന് ഖസ്ർ എന്നും പറയും. യാതൊരു കാരണവശാലും സുബ്ഹി നിസ്കാരത്തിൽ ജംഉം ഇല്ല, ഖസ്റും ഇല്ല. മഗ്രിബ് നിസ്കാരത്തിൽ ജംഉ ഉണ്ട് എങ്കിലും ഖസ്ർ. യാത്രാവേളയിലുള്ള നിസ്കാരം അഥവാ ജംഉ, ഖസ്ർ എന്നിവയെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ വിവരിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ വിജ്ഞാനത്തിൽ ബറക്കത്ത് ചൊരിയുകയും നാഫിയായ ഇൽമു കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുകയും ചെയ്യുമാറാവട്ടെ. ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ജംഉം ഖസ്റും എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അത് രണ്ടും രണ്ടാണ് എന്ന് ആദ്യം കൂട്ടുകാർ മനസ്സിലാക്കുക. ജംഉ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം ഒരുമിച്ച് കൂട്ടുക എന്നതാണ്. ഖസ്ർ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം ചുരുക്കുക എന്നുള്ളതാണ്. ജംഉം ഖസ്റും നിസ്കാരത്തെക്കുള്ളെ സംബന്ധിച്ച് നോക്കുമ്പോൾ 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ 2 റക്അത്തായി ചുരുക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയുക. എന്നാൽ ളുഹ്റും അസ്റും ഒരുമിച്ച് 2/1 സമയത്ത് നിർവഹിക്കുക, മഗ്രിബും ഇശാഉം ഒരുമിച്ച് 2/1 സമയത്ത് നിർവഹിക്കുക, ഇതിനാണ് ജംഉ എന്ന്. ഇനി ജുമുഅ നിസ്കാരം നഷ്ടപ്പെടും എന്നു കാണുകയാണെങ്കിൽ വെള്ളിയാഴ്ച സുബ്ഹി നിസ്കാര ശേഷം യാത്ര ചെയ്യൽ ഹറാമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. യാത്ര പുറപ്പെടുന്ന സ്ഥലപരിധി അത് കഴിഞ്ഞാൽ മാത്രമേ ജംഉം ഖസ്റും ആക്കാൻ പാടുള്ളൂ. ഉദാഹരണമായി, ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു. അപ്പൊ ഞാന് ളുഹറിന്റെ സമയത്താണ് പുറപ്പെടുന്നത്.
അസുറിൽ ഞാൻ യാത്രക്കാരനായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അസുർ ളുഹറിലേക്ക് മുന്തിച്ച് ജംആക്കുകയാണെങ്കിൽ എന്റെ നാടിന്റെ പരിധി കഴിഞ്ഞിരിക്കണം. അതല്ലാതെ എന്റെ വീട്ടിൽ വെച്ചോ എന്റെ നാട്ടിൽ വെച്ചോ എനിക്ക് ളുഹറും അസുറും ഒരുമിച്ച് നിസ്കരിക്കാൻ പാടുള്ളതല്ല. മറിച്ച് എന്റെ നാടിന്റെ പരിധി കഴിഞ്ഞ് തൊട്ടടുത്ത നാട്ടിലെത്തി അവിടെ വെച്ച് എനിക്ക് ളുഹറും അസുറും ഒരുമിച്ച് നിസ്കരിക്കാവുന്നതാണ്. ആ കാര്യം വളരെ ശ്രദ്ധിക്കണം. ജമ്മും കസറാക്കുന്ന ആളുകളൊക്കെ ചിലപ്പോ വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ നിസ്കരിച്ചു പോകുന്നത്, അങ്ങനെയൊക്കെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അത് പാടുള്ളതല്ല. ആ വിഷയം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നേരത്തെ മുന്തിച്ച് ജംആക്കുന്നതിൽ നാം പറഞ്ഞ ഒരു നിബന്ധന ആദ്യത്തെ നിസ്കാരം കൊണ്ട് തുടങ്ങണം എന്നുള്ളതും, മറ്റൊരു നിബന്ധന രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ സുന്നത്ത് നിസ്കാരം കൊണ്ടോ മറ്റോ വേർപിരിക്കാതിരിക്കുക എന്ന് പറഞ്ഞതും, ഈ രണ്ട് നിബന്ധനകളും പിന്തിച്ച് ജംആക്കുകയാണെങ്കിലും പാലിക്കൽ സുന്നത്താണ്, നിർബന്ധമില്ല. മുന്തിച്ച് ജംആക്കുമ്പോൾ നിർബന്ധമായ ഈ രണ്ട് നിബന്ധനകളും പിന്തിച്ച് ജംആക്കുമ്പോഴും പാലിക്കൽ സുന്നത്തായ കാര്യമാണ്, നിർബന്ധമുള്ള കാര്യം അല്ല. ഇനി എങ്ങനെയാണ് ജംആക്കി നിസ്കരിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ജംആക്കി നിസ്കരിക്കുമ്പോൾ നാം പാലിക്കേണ്ട 3 നിബന്ധനകളുണ്ട്. എങ്ങനെയാ മുന്തിച്ച് ജംആക്കാം എന്ന് നമുക്ക് നോക്കാം. ജംഅ ഞാൻ നേരത്തെ പറഞ്ഞു 2 വിധം. ഒന്ന് മുന്തിച്ച് ജംആക്കുക, മറ്റൊന്ന് പിന്തിച്ച് ജംആക്കുക. മുന്തിച്ച് ജംആക്കുന്നതിന്റെ രൂപം, അഥവാ ളുഹറിന്റെ സമയത്ത് ളുഹറും അസ്റും നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ മഗ്രിബിന്റെ സമയത്ത് മഗ്രിബും ഇശാഉം നിസ്കരിക്കുന്നു. അത് എങ്ങനെയാണ് നിർവഹിക്കുക എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാം. മുന്തിച്ച് ജംആക്കുകയാണെങ്കിൽ 3 നിബന്ധനകൾ നാം പാലിച്ചിരിക്കണം. ഒന്ന്, ആദ്യത്തെ നിസ്കാരം ഏതാണോ അതുകൊണ്ട് തുടങ്ങണം. ളുഹറിന്റെ സമയത്ത് അസ്റും കൂടി മുന്തിച്ച് ജംആക്കുമ്പോൾ ആദ്യം ളുഹർ നിസ്കാരം കൊണ്ട് തന്നെ തുടങ്ങണം. അതേപോലെ മഗ്രിബിന്റെ സമയത്ത് ഇശാ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ ആദ്യം മഗ്രിബ് കൊണ്ട് തുടങ്ങുകയും വേണം. അങ്ങനെ ആദ്യത്തെ നിസ്കാരം കൊണ്ട് തുടങ്ങുക ഒന്ന്. രണ്ടാമതായിട്ട് ഒന്നാമത്തെ നിസ്കാരത്തിനു തക്ബീർ കെട്ടിയതിന് ശേഷം സലാം വീട്ടുന്നതിന് മുമ്പായി രണ്ടാമത്തെ നിസ്കാരത്തെ മുന്തിച്ച് ജംആക്കുന്നു എന്ന് മനസ്സിൽ കരുതുക. ളുഹർ നിസ്കാരത്തിന് വേണ്ടി തക്ബീർ കെട്ടി ളുഹർ നിസ്കാരത്തിന്റെ സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് മനസ്സിൽ കരുതുക അസ്റിനെ ളുഹറിലേക്ക് മുന്തിച്ച് ജംആക്കുന്നുണ്ട് എന്ന്. അങ്ങനെ മനസ്സിൽ കരുതുക. ഒരിക്കലും നാവുകൊണ്ട് മൊഴിയരുത്, നിസ്കാരം ബാത്തിലായി പോകും. മറിച്ച് മനസ്സിൽ കരുതുക. അതേപോലെ മഗ്രിബ് നിസ്കാരത്തിന് തക്ബീർ കെട്ടി മഗ്രിബിന്റെ സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് ഇശാഇനെ മുന്തിച്ച് ജംആക്കുന്നു എന്ന് അവൻ മനസ്സിൽ കരുതുക. 132 കിലോമീറ്റർ ദൂരമുള്ള യാത്രയാണ് എങ്കിൽ അതിൽ ജംഉം ഖസ്റും അനുവദനീയമാണ്. ജംഉം ഖസ്റും ഒരുമിച്ച് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരാൾ ജംആക്കാൻ ഉദ്ദേശിക്കുന്നു, ഖസ്റാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അങ്ങനെയും അയാൾക്ക് നിർവഹിക്കാവുന്നതാണ്. രണ്ടും ഒരുമിച്ച് തന്നെ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. 132 കിലോമീറ്റർ ദൂരപരിധി ഉണ്ടെങ്കിൽ അവിടെ ജംഉം ഖസ്റും അനുവദനീയമാണ്. ഇനി 198 കിലോമീറ്റർ ദൂരപരിധി ഉണ്ടെങ്കിൽ അത്തരം യാത്രകളിൽ ഖസ്റാക്കി നിസ്കരിക്കൽ സുന്നത്താണ്. ആധുനിക കാലഘട്ടത്തിൽ യാത്രാ സൗകര്യങ്ങളൊക്കെയുണ്ട്. സ്വന്തം വണ്ടിയിലാണ് ഒരാൾ പോകുന്നത്. എറണാകുളത്ത് നിന്ന് അയാൾ പുറപ്പെടുന്നു, കാസർഗോഡേക്കാണ് പോകുന്നത്. അയാളുടെ സ്വന്തം വണ്ടിയിലാണ്, സുഖകരമായ യാത്രയാണ്. വഴിയോരങ്ങളിലൊക്കെ അമ്പരചുംബികളായ മിനാരങ്ങൾ
ഹൈവേ സൈഡുകളിൽ ഇഷ്ടം പോലെ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളൊന്നും ജംആക്കേണ്ടതില്ല, ഖസ്റാക്കേണ്ടതില്ല. അതൊക്കെ തെറ്റാണ്. ഇന്ന് പഴയ കാലത്ത് ഒട്ടകപ്പുറത്തുള്ള യാത്രയിലായിരുന്നു അതെല്ലാം അനുവദിച്ചത്. അത് മരുഭൂമികളിലൂടെയുള്ള യാത്രയായിരുന്നു. അന്നൊന്നും പള്ളികൾ സുലഭമായി ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ കാരണങ്ങളെല്ലാം ഒഴിവായിട്ടുണ്ട്. അതുകൊണ്ട് ജംഉം ഖസ്റും പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ആക്കരുത് എന്നൊക്കെ വാദിക്കുന്ന പല ആളുകളെയും കാണാം. അതൊന്നും ശരിയല്ല. അതൊന്നും സത്യത്തോട് യാതൊരു കൂറും പുലർത്തുന്നതല്ല. എല്ലാ സൗകര്യങ്ങളുണ്ടെങ്കിലും യാത്രക്കാരൻ തന്നെയാണ്. അവന് ജംഉ, ഖസ്ർ എന്നിവയുടെ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ്. മൂന്നാമത്തെ നിബന്ധന, രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ സുന്നത്ത് നിസ്കാരം കൊണ്ടോ മറ്റോ വിട്ടുപിരിക്കാതിരിക്കുക. ളുഹർ നിസ്കരിച്ചു, അതിനുശേഷം ളുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചു, എന്നിട്ട് അസ്ർ നിസ്കരിക്കുക എന്നുള്ളത് പറ്റൂല. ളുഹർ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അസ്ർ നിസ്കരിക്കണം. ഇനി അതല്ല, ളുഹർ നിസ്കരിച്ചു, ളുഹർ നിസ്കാരം കഴിഞ്ഞ് അതിന്റെ ദിക്റുകളൊക്കെ ചൊല്ലി ദുആ ഒക്കെ ചെയ്ത് അതിനുശേഷം അസ്ർ നിസ്കരിക്കുക, അതും പറ്റൂല. പെട്ടെന്ന് തന്നെ അസ്ർ നിസ്കരിക്കണം. അതിനിടയിൽ വേർപിരിക്കാൻ പാടില്ല. എന്നാൽ മുന്തിച്ച് ജംആക്കുമ്പോൾ ഒന്നാമത്തെ നിസ്കാരത്തിന് വേണ്ടി ബാങ്കും ഇഖാമത്തും, രണ്ടാമത്തെ നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്തും കൊടുക്കൽ സുന്നത്താണ്. യാത്ര തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചെത്തുകയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടു, അവിടെ എത്തി, അവിടെ 4 ദിവസം താമസിക്കാൻ ഇവൻ കരുതി എന്നാലൊക്കെ ജംഉ ഖസ്ർ ആനുകൂല്യം അതോടുകൂടി അവസാനിക്കുന്നതാണ്. എന്നാൽ 4 ദിവസത്തിന് മുമ്പായി എപ്പോഴും അവന്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടാം. ആവശ്യം പൂർത്തീകരിക്കപ്പെട്ടാൽ ഉടനെ അവൻ തിരിച്ചു പോരുകയും ചെയ്യും. അതാണ് അവന്റെ ലക്ഷ്യം, അവന്റെ ഉദ്ദേശം, അവന്റെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ അത്തരം ആളുകൾക്ക് 18 ദിവസം വരെ ജംഉം ഖസ്റും ആക്കാവുന്നതാണ്. അങ്ങനെ ളുഹർ നിസ്കാരത്തിനു വേണ്ടി അയാൾ തക്ബീർ കെട്ടി, 2 റക്അത്താണ് അയാൾ നിസ്കരിക്കുന്നത്. ആ നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അസ്റിനെ ളുഹറിലേക്ക് ഞാൻ മുന്തിച്ച് ജംആക്കുന്നു എന്ന് മനസ്സിൽ കൊണ്ടുവരിക. ളുഹർ നിസ്കാരം കഴിഞ്ഞു, അയാൾ സലാം വീട്ടി, ശേഷം ഇഖാമത്ത് കൊടുത്തു, അയാൾ അസ്ർ നിസ്കരിക്കുകയാണ്. അസ്ർ നിസ്കരിക്കുമ്പോൾ അയാൾ കരുതേണ്ട നിയ്യത്ത്, ഫർളാക്കപ്പെട്ട അസ്ർ നിസ്കാരം ഖസ്റാക്കി 2 റക്അത്ത് മുന്തിച്ച് ജംആക്കി അല്ലാഹു തആലക്ക് വേണ്ടി ഇമാമോടൊപ്പം ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിർവഹിക്കുന്നു. മഗ്രിബ് നിസ്കാരം 3 റക്അത്ത് നിർവഹിച്ചതിന് ശേഷം അയാൾ എഴുന്നേൽക്കുന്നു, ഇഖാമത്ത് കൊടുക്കുന്നു. ഫർളാക്കപ്പെട്ട ഇശാ നിസ്കാരം ഖസ്റാക്കുന്നെങ്കിൽ ഖസ്റാക്കിയിട്ട് 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഇമാമോടൊപ്പം ഖിബ്ലക്ക് മുന്നിട്ട് അതായി ഞാൻ നിർവഹിക്കുന്നു. അങ്ങനെ ഇശാ നിസ്കരിക്കുക, സലാം വിട്ട്, ഇതോടുകൂടി കഴിഞ്ഞു. ഇവിടെ മുന്തിച്ച് ജംആക്കുക, പിന്തിച്ച് ജംആക്കുക, ഖസ്റാക്കി നിസ്കരിക്കുക, ഇതെല്ലാം നാം വിവരിച്ചു കഴിഞ്ഞു. ഈ വിഷയത്തിൽ ഇനി നമ്മുടെ കൂട്ടുകാർക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ അത് ചോദിക്കണമെന്നും അത് ക്ലിയർ ചെയ്യണമെന്നും, മാത്രമല്ല ഞാൻ ഈ വിശദീകരിച്ചതിൽ വല്ല തെറ്റുമുണ്ടെങ്കിൽ അത് ഉണർത്തണമെന്നും കൂട്ടുകാരോട് സ്നേഹബുദ്ധ്യ അഭ്യർത്ഥിച്ചുകൊണ്ട് 1-2 കാര്യം കൂടി പറയുക. പിന്തിച്ച് ജംആക്കുന്നത് എങ്ങനെ? ളുഹറും
അസ്റും കൂടി അസ്ർ നിസ്കാരത്തിന്റെ സമയം നിർവഹിക്കുക, മഗ്രിബും ഇഷാവും കൂടി മഗ്രിബ് നിസ്കാരത്തിന്റെ സമയത്ത് ഇഷാ നിസ്കാരത്തിന്റെ സമയത്ത് നിർവഹിക്കുക. ഇതാണല്ലോ പിന്തിച്ച് ജംആക്കുക എന്നുള്ളത് നാം നേരത്തെ പറഞ്ഞു. എങ്ങനെ നിർവഹിക്കും? അങ്ങനെ പിന്തിച്ച് ജംആക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ളുഹ്ർ നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ, അഥവാ അസ്ർ നിസ്കാരത്തിന്റെ സമയം പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ളുഹ്റിനെ അസ്റിലേക്ക് പിന്തിച്ച് ജംആക്കുന്നു എന്ന് മനസ്സിൽ കരുതണം. അതേപോലെ മഗ്രിബ് നിസ്കാരം ഖളാ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ മഗ്രിബ് നിസ്കാരം ഇശായിലേക്ക് പിന്തിച്ച് ജംആക്കുന്നു എന്ന് കരുതണം. ആ കാര്യം ശ്രദ്ധിക്കണം. അതല്ലാതെ ജംആക്കിയിട്ട് നിസ്കരിക്കാം എന്ന് ഇവൻ അറിയാം, അതുകൊണ്ട് തന്നെ ളുഹ്ർ നിസ്കാരത്തിന്റെ ബാങ്ക് കൊടുത്തപ്പോഴൊന്നും ഇവനത് ശ്രദ്ധിച്ചേയില്ല, അല്ലെങ്കിൽ അതിന്റെ സമയമായപ്പോഴൊന്നും ഇവൻ ആ വിഷയം ഗൗനിച്ചതേയില്ല. ഇവനിക്കറിയാം 4 മണിക്കാണ് എന്ത് ചെയ്യാം, 10 മണിക്ക് ട്രെയിൻ കയറുന്ന ഒരാള്, അല്ലെങ്കിൽ 10 മണിക്ക് ഫ്ലൈറ്റ് കയറുന്ന ഒരാള് 4:30 മണിക്ക് കോഴിക്കോട് എയർപോർട്ടിൽ അവൻ ഇറങ്ങും, അതല്ലെങ്കിൽ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ അവൻ ഇറങ്ങും, അതവൻ അറിയാം. അല്ലെങ്കിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ അവൻ എത്തും, അതവൻ അറിയാം. അപ്പൊ 10 മണിക്കാണ് അവൻ ട്രെയിൻ കയറുന്നത് അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറുന്നത്. അപ്പൊ അവന് ഇപ്പൊ ഏതായാലും ളുഹ്ർ കിട്ടൂല, അപ്പൊ എന്ത് ചെയ്യാ, അസറിന്റെ ഒപ്പം പിന്തിച്ച് ജംആക്ക എന്ന് അന്നേരം മനസ്സിൽ കരുതി. പക്ഷെ ളുഹ്ർ നിസ്കാരത്തിന്റെ സമയമായപ്പോൾ അവനൊന്നും കരുതിയില്ല. അങ്ങനെ വൈകുന്നേരം എത്തി, 4:30 മണിക്ക് എത്തി, അങ്ങനെ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങി, വഴിവെക്കിലെവിടെയും സൈഡാക്കണം കേട്ടോ, എനിക്ക് ളുഹ്ർ അസ്റൊക്കെ നിസ്കരിക്കാനുണ്ട്, ജംആക്കിയതാണ്. ആ ജംഅ ശരിയല്ല. മറിച്ച് ളുഹ്ർ നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചതിനു ശേഷം അതിന്റെ സമയം കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ അവൻ മനസ്സിൽ കരുതണം, നേരത്തെ കരുതിയത് കൊണ്ടൊരു ഉപകാരമില്ല, ആ സമയത്ത് അവൻ കരുതണം, ഞാൻ ളുഹ്റിനെ അസ്റിലേക്ക് പിന്തിച്ച് ജംആക്കുന്നു. അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചു, അതിന്റെ സമയം നഷ്ടപ്പെടുന്നതിന് മുമ്പ്, നിസ്കാരം ഖളാ ആകുന്നതിന് മുമ്പ് അവൻ മനസ്സിൽ കരുതണം, ഞാൻ മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിച്ച് ജംആക്കുന്നു. ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കാം. ഇനി ഇതിന്റെ നിയ്യത്തുകൾ കൂടി ഒന്ന് വിശദീകരിച്ച് പറയുന്നു. കൂട്ടുകാർക്കതൊരു സൗകര്യമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരാൾ യാത്ര പോവുകയാണ്. അസ്ർ നിസ്കാരത്തിന്റെ സമയം മുഴുവൻ അയാൾ യാത്രയിലായിരിക്കും. ഇശാ നിസ്കാരത്തിന്റെ സമയം മാത്രമേ അയാൾ ഉദ്ദിഷ്ട സ്ഥലത്ത് എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അയാൾ ളുഹ്റിലേക്ക് അസ്റിനെ മുന്തിച്ച് ജംആക്കുന്നു, ഇശായിലേക്ക് മഗ്രിബിനെ പിന്തിച്ചും ജംആക്കുന്നു. യാത്രക്കാരൻ 198 കിലോമീറ്ററിൽ അധികം ദൂരമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഖസ്ർ സുന്നത്താണ്, ഖസ്റാക്കാനും അയാൾ ഉദ്ദേശിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, അയാളുടെ നാടിന്റെ പരിധി കഴിഞ്ഞു. നാടിന്റെ പരിധി കഴിഞ്ഞ ശേഷം അയാൾ റോഡ് സൈഡിലോ മറ്റുള്ള ഒരു പള്ളിയിൽ വണ്ടി സൈഡ് ചെയ്തു, അങ്ങനെ പള്ളിയിൽ കയറി. ളുഹ്റിന്റെ സമയം കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ളുഹ്ർ നിസ്കരിക്കുന്നു, ഖസ്റാക്കുന്നു. ഫർളാക്കപ്പെട്ട ളുഹ്ർ നിസ്കാരം ഖസ്റാക്കി 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു. ജമാഅത്തായിട്ടാണെങ്കിൽ ഇമാമോടൊപ്പം, അല്ലെങ്കിൽ ഇമാമാണെങ്കിൽ ഇമാമായിട്ട് എന്നുകൂടി കരുതുക. അങ്ങനെ അയാൾ അസ്റും 2 റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടി.
അയാൾ യാത്ര തുടരുകയാണ്. അങ്ങനെ അയാൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മഗ്രിബിന്റെ സമയമായി. മഗ്രിബിന്റെ സമയമായപ്പോൾ അയാൾ മനസ്സിൽ കരുതി, മഗ്രിബിനെ ഇശായിലേക്ക് ഞാൻ പിന്തിച്ച് ജംആക്കുന്നു. അങ്ങനെ യാത്ര കഴിഞ്ഞ് അയാൾ ഇറങ്ങി. അയാളുടെ താമസിക്കാൻ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനം, നാട്ടിലേക്ക് വരുന്ന ആളാണ്. അയാളുടെ വീട്ടില്, അയാളുടെ സ്വന്തം നാട്ടിൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ, കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങി വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ, നാട്ടിന്റെ പരിധി എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അയാൾ ഒരു പള്ളിയിൽ കയറുന്നു. ഇശാഇന്റെ സമയമായിട്ടുണ്ട്. അയാൾ ആദ്യം മഗ്രിബ് നിസ്കരിക്കുന്നു. ബാങ്കും ഇഖാമത്തും കൊടുത്ത് മഗ്രിബ് നിസ്കരിക്കുന്നു. ഫർളാക്കപ്പെട്ട മഗ്രിബ് നിസ്കാരം 3 റക്അത്ത് പിന്തിച്ച് ജംആക്കി. ഇമാമുണ്ടെങ്കിൽ ഇമാമോടൊപ്പം ഖിബ്ലക്ക് മുന്നിട്ട് അദായി അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു. യാത്രയിലാണെങ്കിലും ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തുള്ള കാര്യമാണ്. അഥവാ യാത്രക്കാർ 2-3 പേര് കൂടിയിട്ട് ജമാഅത്താക്കുക. ഖസറാക്കുന്ന ആള് പൂർത്തിയായി നിസ്കരിക്കുന്ന ആളോടൊപ്പം തുടരാൻ പാടില്ല എന്നേ ഉള്ളൂ. അതല്ലാതെ യാത്രക്കാർക്ക് അവർക്കൊന്നും ജമാഅത്താക്കാം. മാത്രമല്ല, ഫർള് നിസ്കാരത്തിന്റെ മുമ്പും ശേഷവും ഒക്കെയുള്ള റവാത്തിബുകൾ, സുന്നത്ത് നിസ്കാരങ്ങൾ, അത് ഒഴിവാക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. അത് നിർവഹിക്കണം. അതിപ്പോ ജംആക്കിയിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ളുഹറും അസ്റും ഒരുമിച്ച് ജംആക്കി നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യം ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുക, ശേഷം ളുഹർ നിസ്കരിക്കുക, ഉടനെ അസ്ർ നിസ്കരിക്കുക, ശേഷം ളുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക, ശേഷം അസ്റിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുക. ഇനി മഗ്രിബും ഇശാഉമാണ് ജംആക്കി നിസ്കരിക്കുന്നത് എങ്കിൽ ആദ്യം മഗ്രിബിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുക, മഗ്രിബ് നിസ്കരിക്കുക, ഉടനെ ഇശാ നിസ്കരിക്കുക, അതിനുശേഷം മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക, പിന്നീട് ഇശാഇന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക. ആ കാര്യങ്ങൾ കൂട്ടുകാർ മനസ്സിലാക്കുക. മനസ്സിലാക്കുന്നതനുസരിച്ച് അത് പഠിച്ച് അത് പ്രാവർത്തികമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വിശദീകരിച്ചതിൽ തെറ്റൊന്നുമില്ല എന്ന് കൂട്ടുകാർക്ക് ബോധ്യപ്പെടുകയും അത് ക്ലിയറായി മനസ്സിലാവുകയും ചെയ്യുന്നുവെങ്കിൽ പ്രിയ കൂട്ടുകാർ ദയവ് ചെയ്ത് അവരുടെ സ്വന്തം ഡയറിയിലോ മറ്റോ ഈ കാര്യം വ്യക്തമായി രേഖപ്പെടുത്തി ജീവിതത്തിൽ മൊത്തമായി ഉപയോഗപ്പെടുത്തുക. അതല്ലെങ്കിൽ മനഃപ്പാഠമാക്കുക. മനഃപ്പാഠമാക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലതാണ് ഒരിടത്തിൽ രേഖപ്പെടുത്തി അവിടെ ഉണ്ടാകുമ്പോൾ. അങ്ങനെയാണല്ലോ, മൻ കതബ ഖറ വമൻ ഹഫിള ഫറ എന്നാണ് ഒരു പഴമൊഴി. ആരെങ്കിലും എഴുതി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതവിടെ സ്ഥിരമായിട്ടുണ്ടാകും. അതല്ല, മനഃപ്പാഠമാക്കിയതാണെങ്കിൽ അത് പറന്നുപോയേക്കാം, അത് മറന്നുപോയേക്കാം, അത് ഒഴിവായി പോയേക്കാം. നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ അത്യാവശ്യമായ കാര്യമാണ് ജംഉം ഖസ്റും. അതുകൊണ്ട് യഥാവിധി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. ഈ വിനീതന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിയുമെങ്കിൽ ഇതൊക്കെ, ഇത്തരം വിഷയങ്ങൾ പോസ്റ്റാവുന്ന ഗ്രൂപ്പുകളിൽ, പ്രോഹിബിറ്റഡ് ഗ്രൂപ്പുകളല്ല, ചില ഗ്രൂപ്പുകൾ ഉണ്ടാവും ഇത്തരം വിഷയങ്ങളൊന്നും പോസ്റ്റാൻ പാടില്ലാത്ത ഗ്രൂപ്പുകൾ ഉണ്ടാവും. അങ്ങനത്തെ സ്ഥലത്തല്ല, മറിച്ച് പോസ്റ്റാവുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഈ വിഷയങ്ങൾ അറിയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദുദ്യമങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. വിജ്ഞാനം കരസ്ഥമാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. وآخر دعائي أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.